പ്രതിപക്ഷ നേതാവിനെ പോലും ഒന്ന് വിളിക്കാതിരിക്കുകയാണ്. ഇത്രയും വലിയൊരു പദ്ധതിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത UDFിൻ്റെ കാലത്തെ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൊച്ചാക്കിയിട്ടാണോ വിളിക്കേണ്ടത്? ആദ്യം പേരിലേ ഇല്ല, പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് പ്രശ്നമുണ്ടായപ്പോൾ വിളിച്ചു എന്ന് വരുത്തി. ഞാനിപ്പോൾ രാവിലെ പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ഓഫീസിൽ ആരോ ഒരു കുറിപ്പ് കൊണ്ട് കൊടുത്തു വൈകുന്നേരം. അങ്ങനെയാണോ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധിയും നേതാവുമല്ലേ? ഭരണപക്ഷത്തിൽ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ നമ്മളിവിടെ പറയുന്നതാണ്, ഭരണപക്ഷത്തിൻ്റെ അധികാരങ്ങളെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും ചില അവകാശങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുമ്പോൾ വിളിക്കാതിരുന്നു മാത്രമല്ല, അപമാനിച്ചു വിളിച്ചു. പിന്നെ ഒരു കടലാസ് കൊടുത്തിട്ട് നീ വേണമെങ്കിൽ വന്നോ, ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹം പറയുന്നു. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറേ സമയമുണ്ട്. ഒരക്ഷരം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞില്ല, സംബന്ധിച്ചൊന്ന് വിഴിഞ്ഞത്ത് വരുമോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ യഥാർത്ഥമായിട്ടുള്ള മനസ്സിലിരിപ്പ് ആണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ PR പറഞ്ഞു കൊടുക്കുന്ന ചില സമയം വരുമ്പോൾ അവരുടെ PR ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ചില മിനുക്ക് പണികളൊക്കെ നടത്തും. പക്ഷെ അത് മിനുക്ക് പണിയാണെന്ന് കേരളത്തിൽ നന്നായിട്ട് അറിയാം. എനിക്കൊരു കാര്യം മാത്രമേ പറയുള്ളൂ, വികസന കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എല്ലാ കാലത്തും. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലതെന്ന് പറയണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത് പൂർത്തീകരിക്കാനെടുത്ത നിലപാട് നല്ല കാര്യമാണ്, കേരളത്തിന് നല്ല കാര്യമാണ്. പക്ഷേ ഇത് തുടങ്ങിയത് ഈ പദ്ധതിയുടെ പിതാവ്, ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവ് അത് ഉമ്മൻചാണ്ടിയാണ്, അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എതിർത്ത് പറഞ്ഞാലും കേരള സമൂഹം അത് അംഗീകരിക്കില്ല. പിതൃത്വം അവകാശപ്പെട്ട് വന്നാൽ അത് ഒരു തെറ്റായ അവകാശവാദമായിട്ടേ കാണാൻ പറ്റൂ എന്നുള്ള ഭാഷയെ എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല.